Hello everyone, I am Justin Jose, your family financial advisor. ഞാൻ ഇന്ന് വന്നത് മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ച് പറയാനാണ്. പല ആളുകളും മ്യൂച്വൽ ഫണ്ട് എന്താണെന്ന് സംശയം എന്നോട് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഞാൻ ഉണ്ടാക്കിയ ചില കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളാണ് എന്നോട് മ്യൂച്വൽ ഫണ്ടുകളെ പറ്റി ചോദിച്ചത്. പിന്നെ പൊതുവെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു ട്രെൻഡാണ് മ്യൂച്വൽ ഫണ്ട്. പ്രത്യേകിച്ച് ചെറുപ്പക്കാരൊക്കെ മ്യൂച്വൽ ഫണ്ട് എന്താണെന്ന് അന്വേഷിക്കുന്നുണ്ട്. പലരും എന്നെ വിളിച്ച് ചോദിക്കുമ്പോഴും നല്ല ഇൻവെസ്റ്റ്മെന്റ് പ്രോഗ്രാംസ് ഒക്കെ ചോദിക്കുമ്പോൾ മ്യൂച്വൽ ഫണ്ട് ഒരു പ്രയോറിറ്റി ലിസ്റ്റിലേക്ക് വരികയാണ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് അത്. ചെറുപ്പക്കാർ ഏറെക്കുറെ അന്വേഷിക്കുന്നത് മ്യൂച്വൽ ഫണ്ടുകളാണ്. പക്ഷെ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ മനസ്സിലാക്കിയത് പലർക്കും മ്യൂച്വൽ ഫണ്ട് എന്താണെന്ന് കൃത്യമായിട്ട് ധാരണയില്ല. വാട്ട് ഈസ് മ്യൂച്വൽ ഫണ്ട്, വാട്ട് ഈസ് എ മ്യൂച്വൽ ഫണ്ട് എന്ന് പലർക്കും അറിയില്ല. എന്നാൽ ഇന്ന് കേട്ടിട്ടുണ്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം, SIP-യിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നൊക്കെ കേട്ടിട്ടുള്ള ഒരു അറിവ് വെച്ചിട്ടാണ് ആളുകൾ ഇത് അന്വേഷിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇപ്പൊ മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, കുറെ ആളുകളുടെ കയ്യിൽ നിന്ന് കുറെ പണം സ്വരൂപിച്ച് പൂള് ചെയ്ത് ഒരു സ്ഥലത്ത് വെച്ച് അത് പല ഇൻസ്ട്രുമെന്റ്സിൽ, അതായത് സ്റ്റോക്ക് മാർക്കറ്റിലെ സ്റ്റോക്കുകളിൽ, കടപ്പത്രങ്ങൾ, അതായത് ഡിബെഞ്ചേഴ്സ്, അതുപോലെ കോർപ്പറേറ്റ് ബോണ്ടുകൾ, ഗവൺമെന്റ് ബോണ്ടുകൾ, ഇങ്ങനെ ഇത്യാദി കാര്യങ്ങളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് വെക്കുന്ന ഏറെക്കുറെ ഒരു 45-46ഓളം കമ്പനികൾ സെബി രജിസ്ട്രേഡ് ആയിട്ട് നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പൊ ഈ മ്യൂച്വൽ ഫണ്ടുകൾ കമ്പനികൾക്കൊക്കെ വേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരാളുണ്ട്, അതാണ് പോർട്ട്ഫോളിയോ മാനേജേഴ്സ്. പോർട്ട്ഫോളിയോ മാനേജർ എന്ന് പറയുന്നത് മറ്റാരുമല്ല, അത് ഈ മേഖലകളിൽ ഇക്വിറ്റികളിലും ഇത്തരം ഫൈനാൻഷ്യൽ മാനേജ്മെന്റുകളൊക്കെ വളരെ എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകളാണ് ഈ പറയുന്ന പോർട്ട്ഫോളിയോ മാനേജേഴ്സ്, അല്ലെങ്കിൽ അവരെ ഫണ്ട് മാനേജേഴ്സ് എന്ന് പറയും. അപ്പൊ ഇത്തരം ആളുകൾ ആണ് നമ്മുടെ ഫണ്ടുകൾ. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനിക്ക്, എല്ലാ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾക്കും ഒരു പോർട്ട്ഫോളിയോ മാനേജർ വേണം എന്ന് തന്നെയാണ്. ആ പോർട്ട്ഫോളിയോ മാനേജർമാരാണ്, അല്ലെങ്കിൽ ഫണ്ട് മാനേജർമാരാണ് ഈ ഫണ്ടുകൾ എങ്ങോട്ടൊക്കെയാണ് തിരിച്ചും മറിച്ചും ഒക്കെ ഇടേണ്ടത്. അതായത് നമ്മൾ കൊടുത്ത പണം എങ്ങനെയാണ് ലാഭകരമായിട്ട് പല ഇൻസ്ട്രുമെന്റുകൾ ഇൻവെസ്റ്റ് ചെയ്ത് അതിന് വളർത്താം എന്നുള്ളതാണ് ഈ ഫണ്ട് മാനേജേഴ്സിന്റെ ജോലി. അപ്പൊ അവരുടെ ആ അനുഭവ സമ്പത്തും എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് അവരത് ഗ്രോ ചെയ്യിപ്പിക്കും എന്നുള്ളതാണ് അതിന്റെ അഡ്വാൻറ്റേജ്. നമ്മളിപ്പോൾ ഇക്വിറ്റിയെ കുറിച്ചോ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചോ കാര്യമായ ധാരണയൊന്നും ഇല്ലാത്ത ആളുകൾക്ക് ഇത് വളരെ അഭികാമ്യമായ ഒരു കാര്യമാണ്. എന്നാൽ ഇവിടെ നമുക്ക് നല്ല റിസ്ക് ഫാക്ടർ ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല, റിസ്ക് ഫാക്ടർ ഉണ്ട്. എന്നാൽ കമ്പാരിറ്റീവ്ലി നമ്മൾ നേരിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന അത്ര റിസ്ക് ഫാക്ടർ ഇല്ല. കാരണം നമുക്ക് ഇത്തരം പോർട്ട്ഫോളിയോ മാനേജേഴ്സ് നമ്മളെ സഹായിക്കാനുണ്ട്. എന്നാൽ നമുക്ക് കിട്ടുന്ന ലാഭത്തിന്റെ ഒരു നിശ്ചിത സംഖ്യ ഈ കമ്പനികൾക്ക് അവകാശപ്പെട്ടതാണ്. അപ്പൊ അവർ ആ നിശ്ചിത സംഖ്യ അവരെടുത്തിട്ടാണ് നമുക്ക് ലാഭം തരുള്ളൂ. അപ്പോൾ നമുക്കൊരു ലാഭം ഉണ്ടാവും. ആ ലാഭത്തിൽ നിന്നൊരു പങ്ക് നമ്മൾ അവർക്ക് കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ അതുകൊണ്ട് ഇതൊരു അഡ്വാൻറ്റേജ് ഉള്ള കാര്യം തന്നെയാണ്, അല്ലാന്നല്ല. അത് മാത്രമല്ല, ഈ മിക്കവാറും മ്യൂച്വൽ ഫണ്ടുകളൊക്കെ, കൊള്ളാവുന്ന മ്യൂച്വൽ ഫണ്ടുകളൊക്കെ ഒരു 15 മുതൽ 20% വരെയൊക്കെ ലാഭം ലഭിക്കാറുണ്ട്. അപ്പൊ അതാണ് ആകെ തുക മ്യൂച്വൽ ഫണ്ടുകളെ പറ്റി പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും. ഇനി മ്യൂച്വൽ ഫണ്ടുകൾ തന്നെ പലതരത്തിലുണ്ട്. ഒന്നാമതായിട്ട് ഇക്വിറ്റി ബേസ്ഡ് ആയിട്ടുള്ള നമ്മുടെ മ്യൂച്വൽ ഫണ്ട്. ഇക്വിറ്റി ബേസ്ഡ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുമ്പോൾ 65% നമ്മൾ കൊടുത്ത പണത്തിന്റെ 65% ഇക്വിറ്റികളിലായിരിക്കും ഈ പോർട്ട്ഫോളിയോ മാനേജേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യും. മറ്റുള്ളതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യും. പക്ഷെ ഇവിടെ 65, അതായത് മേജർ ആയിട്ടുള്ള ഫണ്ട് ഇക്വിറ്റിയിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പൊ അവിടെ ഒരു പ്രശ്നമുള്ളത്, അവിടെ റിസ്ക് ഫാക്ടർ കുറച്ച് കൂടുതലായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഇക്വിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട്. ഇനി അടുത്തതാണ് ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട്. അത് ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ കടപ്പത്രം, ഗവൺമെന്റ് ബോണ്ട്സ്, കോർപ്പറേറ്റ് ബോണ്ട്സ്, ഇങ്ങനെയുള്ള സംഗതികളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ലാഭം ഉണ്ടാക്കുന്ന ഈ ഫണ്ടുകളെയാണ്, ഈ മ്യൂച്വൽ ഫണ്ടുകളെയാണ് ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. ഇനി മറ്റൊന്ന്, ഇവിടെയുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട് മറ്റേതിൻ്റെ അത്ര റിസ്ക് ഉണ്ടാവില്ല. കാരണം ഇക്വിറ്റിയുടെ അത്ര ഫ്ലക്ച്വേഷൻ കൂടി ഉണ്ടാവില്ല ഈ കടപ്പത്രങ്ങൾക്കും ഈ ബോണ്ടുകൾക്കും ഒന്നും. അതുകൊണ്ട് അത്ര റിസ്ക് ഫാക്ടർ ഇല്ല. എന്നാൽ നമുക്കിപ്പോൾ FT ഒക്കെ ഇട്ട് കഴിയുമ്പോൾ കിട്ടുന്നതിനേക്കാളും കുറച്ച് കൂടുതലായിട്ട് കിട്ടാൻ സാധ്യത കൂടുതലാണ്. ചിലപ്പോൾ കുറയാനും സാധ്യതയുണ്ട്. പക്ഷെ ആ റിസ്ക് ഫാക്ടർ അവിടെ ഉണ്ടെങ്കിൽ തന്നെയും അവിടെ കൂടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമുക്കൊരു FTക്കൊക്കെ ഒരു 7% ഉണ്ട്, ഒരു 8.5% നമുക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടിൽ. ഇനി മറ്റൊരു വിഭാഗമാണ് ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ട്. ഈ ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടും
ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടും മിക്സ് ചെയ്ത് ഇടുന്ന ഒരു പ്രക്രിയയാണ് ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ടിൽ ഇപ്പോൾ രണ്ട് തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്. അത് നേരത്തെ പറഞ്ഞ പോലെ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടും ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടും കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു തരം മ്യൂച്വൽ ഫണ്ടാണ് ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ട്. ഇവിടെ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റേ എക്വിറ്റിയുടെ ബെനിഫിറ്റ് കൂടുമ്പോൾ ബെനിഫിറ്റും കിട്ടും, ഇപ്പുറത്ത് അത്ര ഒരു ഇതുണ്ടാവില്ല. രണ്ടും കൂടിയാകുമ്പോൾ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു മ്യൂച്വൽ ഫണ്ട് ആയിരിക്കും ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ട്. ഇനി അടുത്ത തരം മ്യൂച്വൽ ഫണ്ടാണ് സൊല്യൂഷൻ ടൈപ്പ് മ്യൂച്വൽ ഫണ്ട്. ഈ സൊല്യൂഷൻ ടൈപ്പ് മ്യൂച്വൽ ഫണ്ടിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലോക്ക് ഇൻ പീരീഡ് ഉണ്ടാവും. മറ്റു നേരത്തെ പറഞ്ഞതിനൊന്നും ലോക്ക് ഇൻ പീരീഡിൽ ഉണ്ടാവില്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിൽ ഫണ്ട് എടുക്കാം എന്നുള്ളതാണ്. ഇവിടെ ലോക്ക് ഇൻ പീരീഡ് ഉണ്ടാവും. 3 കൊല്ലം 5 കൊല്ലമൊക്കെ ലോക്ക് ഇൻ പീരീഡ് ഉണ്ടാവും. ഈ ലോക്ക് ഇൻ പീരീഡ് നമുക്കൊരു പെൻഷൻ ആവശ്യമുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ ഒരു മകളെ കെട്ടിക്കാൻ ആവശ്യമുണ്ട്. അപ്പൊ ഇത്തരം ഫണ്ടുകൾക്കൊക്കെ ഇത് ഗുണം ചെയ്യും എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ഒരു റിസ്ക് ഫാക്ടർ ഉണ്ട് കേട്ടോ. ആ ഒരു അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ട് ഇവിടെ. എന്നാൽ അതിനെക്കാട്ടിയൊക്കെ നല്ലത് ഇപ്പൊ നമുക്ക് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ പലർക്കും അതിനെക്കുറിച്ചൊരു ധാരണയില്ല. കാരണം അതൊരു ശല്യം പോലെ പലപ്പോഴും കാണാറ്. പക്ഷെ ഇവിടെ ഈ സൊല്യൂഷൻ ടൈപ്പ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടിയും നല്ലത് ഈ LICയുടെ ഒക്കെ നല്ല പെൻഷൻ പ്ലാനുകൾ ഇപ്പൊ അവൈലബിൾ ആണ്. അത് 5 വർഷത്തെ ലോക്കൽ പീരീഡ് ഉള്ള പെൻഷൻ പ്ലാൻ. അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പൊ FT കിട്ടി കഴിഞ്ഞാൽ ഇന്ന് റിപ്പോ റേറ്റ്സുമായി ബന്ധപ്പെട്ട് മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഞാൻ ഒന്നുകൂടി പറയാണ്. റിപ്പോ റേറ്റ്സുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇത് കുറയാനാണ് സാധ്യത, ബാങ്ക് പലിശകൾ അല്ലെ. ഇവിടെ അത് സംഭവിക്കില്ല. നിങ്ങൾക്ക് ഇന്നുള്ള റിപ്പോ റേറ്റ്സിന് ഇന്ന് 8% ആണെങ്കിൽ 8% നിങ്ങൾക്ക് ഓഫർ ചെയ്ത് അത് നിങ്ങൾക്ക് ലൈഫ് ലോങ് LICയിൽ അത്തരം ഒരുപാട് നല്ല പെൻഷൻ പ്ലാനുകളുണ്ട്. ലൈഫ് ലോങ് 100 വയസ്സ് വരെ നിങ്ങൾക്ക് 100% ഗ്യാരണ്ടിയോട് കൂടി ഇത് ലഭിക്കുന്നുള്ളതാണ്. അപ്പൊ ഈ സൊല്യൂഷൻ മ്യൂച്വൽ ഫണ്ടിനേക്കാളും ബെറ്റർ ഓപ്ഷൻ ഇതായിരിക്കും എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പിന്നെ അതർ ടൈപ്പ് മ്യൂച്വൽ ഫണ്ടുകൾ ഉണ്ട്, അതിലേക്കൊന്നും നമ്മൾ അത്രയും കിടക്കണ്ട. ഇത്തരം മ്യൂച്വൽ ഫണ്ടുകളാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു മ്യൂച്വൽ ഫണ്ടിൽ നിന്നും ഇടരുത്. ഇപ്പോൾ ഇക്വിറ്റി ബേസ്ഡ് ഈ മ്യൂച്വൽ ഫണ്ടുകൾ 2-3 കമ്പനിക്ക് ഉണ്ടെങ്കിൽ 3 കമ്പനികൾ ഇക്വിറ്റി ബേസ്ഡ് മ്യൂച്വൽ ഫണ്ട് വെച്ചാൽ നമ്മൾ ഒരേ അരി വ്യത്യസ്ത പാത്രത്തിൽ മേടിച്ച് വെച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഒരേ അരിയാണ്, അതിന് വ്യത്യാസമൊന്നും സംഭവിക്കില്ല. എന്നാൽ മിക്സ്ഡ് അപ്പ് ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ബുദ്ധി. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇക്വിറ്റി ബേസ്ഡ് ആയിട്ടുള്ളതിൽ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്തു, അതുപോലെ ഡെപ്റ്റിൽ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്തു, ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടിൽ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്തു, അതുപോലെ ഹൈബ്രിഡിൽ കുറച്ച് ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ടിൽ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്ത് വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ ഡയറക്റ്റ് ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അറിയുന്ന ആളുകൾക്ക് അത് വളരെ നല്ലതാണ്. കാരണം നമുക്ക് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ പലപ്പോഴും ആളുകൾ പറയുന്ന വലിയ നഷ്ടത്തെ കുറിച്ചാണ് ആളുകൾ പറയുന്നത്. അത് കൃത്യമായിട്ട് അറിവില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പറയണത്. പിന്നെ നമ്മൾ ഒരു കുഴപ്പം എന്താ വെച്ചാൽ നമ്മൾ കുറെ കാശ് കടം മേടിച്ചു കൊണ്ടുപോയിട്ട് അവിടെ വെച്ചിട്ട് നാളെ കാലത്ത് ഇത് വലുതാവും എന്ന് വിചാരിച്ചിരുന്നാൽ കയ്യിൽ നിന്ന് കാശും. പിന്നെ ഇത് മേടിക്കേണ്ട സമയം എപ്പോഴാണ്, എങ്ങനെയുള്ള സന്ദർഭങ്ങളാണ് വാങ്ങിക്കേണ്ടത്, ഇതൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞതിന് ശേഷം വേണം സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. അങ്ങനെ ഇല്ലാത്തടത്തോളം കാലം സ്റ്റോക്ക് മാർക്കറ്റ് നഷ്ടം വരില്ല. സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നഷ്ടത്തിലിരിക്കുമ്പോഴും നമുക്ക് ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് വേറെ ഒരു കച്ചവടത്തിലും ഉണ്ടാവില്ല. സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഒരു പ്ലസ് പോയിന്റ് അതാണ്, ഷോർട്ട് സെൽ എന്നാണ് എന്നെ പറയുക. അപ്പൊ അതൊക്കെ നന്നായിട്ട് അറിഞ്ഞിട്ട് വേണം നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ. അല്ലാത്ത ആളുകൾക്ക് ഇത്തരം മ്യൂച്വൽ ഫണ്ട്, അതായത് ചെറുപ്പക്കാർക്കാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. 45 വയസ്സ് വരെയുള്ള ആളുകൾക്കൊക്കെയാണ് മ്യൂച്വൽ ഫണ്ടുകൾ നന്നായിരിക്കുക. കാരണം റിസ്ക് ഫാക്ടർ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. 45 വയസ്സ് കഴിഞ്ഞിട്ട് ഒരുപാട് ഫണ്ടൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് മ്യൂച്വൽ ഫണ്ട് ഓഫ്കോഴ്സ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ റിസ്ക് കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകളാണ് ഇപ്പോൾ 45 വയസ്സിനൊക്കെ മുകളിലുള്ള ആളുകൾക്ക്, അറൗണ്ട് 50 ഒക്കെ ആയിട്ടുള്ള ആളുകൾക്ക് നല്ലത് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ആകത്തുക. ഇപ്പൊ ഏറെക്കുറെ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ച് ഒരു ചെറിയ ധാരണ കിട്ടി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോ അടുത്ത വീഡിയോയിൽ ഇനി കാണുന്നത് വരെ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. Like and subscribe.